ഹലോ ഓൾ. CSEB എക്സാമിലെ ബാങ്കിങ് സബ്ജക്റ്റിൽ നിന്നുമുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്കിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് RRB എന്ന് പറയും. ഈ RRBനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഗ്രാമീൺ ബാങ്ക് എന്ന് വിളിക്കുന്നത്, പോപ്പുലർലി നോൺ ആസ് ഗ്രാമീൺ ബാങ്ക്. RRB നിലവിൽ വന്നത് വർഷമാണ് 1975 ഒക്ടോബർ 2. RRB ആക്ട് വന്നിട്ടുള്ളത് 1976 അപ്പോൾ RRB നിലവിൽ വന്നതിന് ശേഷമാണ് RRB ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. 1975 വന്നത്. RRB ആക്ട് വന്നിട്ടുള്ളത് 1976. RRBയുടെ ആക്ട് നമ്പർ എന്ന് പറയുന്നത് 21. ഇനി RRBനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ RRB വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് 20 പോയിന്റ് പ്രോഗ്രാം. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബാങ്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സ്പീഡി റൂറൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ അർബൻ മേഖലയിൽ മാത്രമല്ല ഡെവലപ്മെൻറ്റ് വേണ്ടത്, റൂറൽ ഏരിയാസിലും കൂടി ഡെവലപ്മെൻറ്റ് വേണം എന്നുള്ള ഒരു ആശയത്തിലാണ് ഈ ഒരു ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ബാങ്ക് നിലവിൽ വരാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് നരസിംഹൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട 2-3-4 കമ്മിറ്റികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നരസിംഹൻ കമ്മിറ്റിയാണ്. മറ്റ് കമ്മിറ്റികൾ എന്ന് പറയുന്നത് ML ഡൻഡ്വാല കമ്മിറ്റി എന്ന് പറയുന്നത് RRBയുമായി ബന്ധപ്പെട്ടതാണ്. RRB ബാങ്കിൻ്റെ റീക്യാപിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ചക്രവർത്തി കമ്മിറ്റി. RRB ആക്ടിൻ്റെ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടത് MVS ചലപതി കമ്മിറ്റിയും മെർജിങ്ങുമായി ബന്ധപ്പെട്ടതാണ് സർദേശായി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി നരസിംഹൻ കമ്മിറ്റിയാണ്. RRB ഒരു പ്രൈമറി ലെവൽ ബാങ്കാണ്. മെയിനായിട്ടും RRB സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് റൂറൽ ഏരിയാസിലെ വീക്കർ സെക്ഷൻസിൻ്റെ ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു RRBയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു RRBയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബാങ്കാണ് RRB എന്ന് പറയുന്നത്. ഈ ഒരു ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് പ്രൈമറി ലെവൽ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഡിസ്ട്രിക്റ്റുകളിൽ മാത്രമായിരിക്കും ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ RRBയുടെ സ്പോൺസർ ബാങ്ക് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കാണ് സ്പോൺസർ ബാങ്ക്. RRBക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നബാർഡ് വഴിയാണ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നബാർഡ് എന്ന് പറയുന്നത് RRBയുടെ ഓവറോൾ സൂപ്പർവിഷൻ്റെയും ഇൻസ്പെക്ഷൻ്റെയും റെസ്പോൺസിബിലിറ്റി ഉള്ളത് നബാർഡിനാണ്. RRBയുടെ റെഗുലേറ്ററിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് പ്രഥമ ഗ്രാമീൺ ബാങ്കാണ്. അത് UPയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കേരളത്തിൽ ഒരേ ഒരു റീജിയണൽ റൂറൽ ബാങ്കാണുള്ളത്. അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. ജൂലൈ 8, 2013 അത് നിലവിൽ വന്നിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടർ മലപ്പുറത്താണ്. അടുത്തത് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷനാണ്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്പോൺസർ ബാങ്ക് കൂടിയിട്ടാണ് ഷെയർ ക്യാപിറ്റൽ പ്രപ്പോർഷൻ ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിന് 50%, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 15%, സ്പോൺസർ ബാങ്കിന് 35% ഷെയർ ക്യാപിറ്റൽ വീതിച്ചു കൊടുത്തിട്ടുള്ളത്.